എൻ്റെ കയ്യിൽ ഈ പറയുന്നത് പോലെ അപ്പുറത്ത് 97 MLA-മാരും മുഖ്യമന്ത്രിയും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇന്ന് മണ്ഡലത്തിലുണ്ട്. അപ്പുറത്ത് 43, 42 MLA എല്ലാവരും ഇവരെയൊക്കെ കൂടെ ഉണ്ടാവും. എൻ്റെ കൂടെ വരാൻ ഒരാളില്ല, മൂന്നാമതൊരാൾ ഇതിലേക്ക് വരാനില്ല. ഇവിടെ നിൽക്കുന്ന ഈ പാവപ്പെട്ട തൊഴിലാളികളല്ലാതെ ഇതേപോലെ എന്നെ കാത്തിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ, പാവപ്പെട്ട സ്ത്രീകൾ. ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ വിഷയം നിങ്ങൾക്കറിയാം, മയക്കുമരുന്നാണ്. ഒരു സ്റ്റെപ്പ് എടുക്കാത്ത ഗവൺമെന്റാണ്. മയക്കുമരുന്നിനെതിരെ പറയുമ്പോൾ പറയും മുഖ്യമന്ത്രി രാസലഹരി. മദ്യം ഒഴുക്കുകയാണ്. മദ്യഷാപ്പുകൾ ആരംഭിച്ചുകൊണ്ടേയിരിക്കുന്നു. KSRTC ബസ് സ്റ്റാൻഡിൽ മദ്യശാലകൾ തുടങ്ങാൻ തീരുമാനമെടുത്ത ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. അമ്മമാർക്ക്, പെങ്ങന്മാർക്ക്, സഹോദരിമാർക്ക് വീടിന്റെ അകത്ത് മക്കളെ വിശ്വസിച്ച് കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്ന് കേരളത്തോട് വിളിച്ചു പറഞ്ഞത് ഈ മലയോര ജാഥ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നടത്തിയ ആ ജാഥയിലാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ, ഏറ്റെടുക്കണം LDF UDF എന്ന്. ഇപ്പൊ കുറെ നാടകം നടന്നു, കുറെ ആളുകളെ അറസ്റ്റ് ചെയ്തിപ്പോ ഒന്നുമില്ല. 317 ആളുകൾ ഈ ജനുവരി പിറന്നതിന് ശേഷം കേരളത്തിൽ മരണപ്പെട്ടു. ഭൂരിപക്ഷം സ്ത്രീകളാണ്, സഹോദരിമാരാ, അമ്മമാരാണ്, ഭാര്യമാരാണ്. അതിനെതിരെയുള്ള പോരാട്ടം നമ്മൾ തുടരും. അതിന് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം, എന്നെ സഹായിക്കണം. നിങ്ങൾക്ക് വേണ്ടിയാണ്. ഞാനല്ല സ്ഥാനാർത്ഥി. നിലമ്പൂരിലെ ഓരോ വോട്ടറും സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ പാവപ്പെട്ട ഈ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മലയോര കർഷകർ ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലാളി വിഭാഗത്തിലും സാധാരണക്കാരായ കർഷകർക്കും സമർപ്പിക്കുന്നതോടൊപ്പം രാജ്യത്ത് ഈ പെഹൽഗാമിൽ പാകിസ്ഥാനെതിരെ പോരാടി ഈ നാടിനെ രക്ഷപ്പെടുത്തിയ ധീര ജവാന്മാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും അതോടൊപ്പം ഈ ഇന്ത്യയിലെ അതിന് പിന്തുണ നൽകിയ മുഴുവൻ ജനങ്ങൾക്കും ഈ ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും പിന്തുണ നൽകിക്കൊണ്ടും ഇനിയും ഇത്തരത്തിലുള്ള ഭീഷണികൾ നേരിടാൻ കേരളത്തിലെ ജനങ്ങൾ നാട്ടിലെ ഒന്നായി നിന്നുകൊണ്ട് അകത്ത ഭവിഷ്യത്തിനെയും പുറത്തെ ഭവിഷ്യത്തിനെയും നേരിടാൻ നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും. അതുകൊണ്ട് ഞാനല്ല സ്ഥാനാർത്ഥി, നീ നിലമ്പൂരിലെ 2,30,000 ചില്ലാനം വരുന്ന ജനങ്ങളാണ് അവിടെ സ്ഥാനാർത്ഥി. അപ്പൊ എൻ്റെ കത്തിയും എൻ്റെ കഴുത്തും എൻ്റെ ജീവനവും എൻ്റെ ജീവിതവും നിലമ്പൂരിലെ ജനങ്ങൾക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനും സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ കഴിഞ്ഞ 8-9 മാസമായി ഞാൻ ഉയർത്തിയ സകലമാന രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും പിന്തുണ നൽകി എന്നോടൊപ്പം നിന്നവരാണ് കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമ പ്രവർത്തകരും. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നാടിന്റെ നന്മ ആഗ്രഹിച്ച് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഹൃദയം തുറന്ന നന്ദിയും നിങ്ങളോടുള്ള കടപ്പാടും നിങ്ങളോടുള്ള ബഹുമാനവും നിങ്ങളോടുള്ള ആദരവും അറിയിച്ചുകൊണ്ട് കേരളത്തിൽ നാളെ ഞങ്ങൾ ഈ പറയുന്ന നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതവും ആശീർവാദവും തേടുകയാണ്. താൻ മത്സരിക്കും, താനല്ല സ്ഥാനാർത്ഥി, ഓരോ വോട്ടർമാരും സ്ഥാനാർത്ഥികളാണ് എന്നതടക്കമുള്ള കാര്യമാണ് PV അൻവർ പറഞ്ഞത്.